ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ വല്ലാത്ത നന്ദികേടുള്ളവനാണ്. എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞത്? ഇന്ന് ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തെറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മൊബൈലില്, നമ്മുടെ വാട്സപ്പിലും മറ്റും സ്പ്രെഡ് ചെയ്യുകയാണ്. അതോടുകൂടെ തന്നെ സ്റ്റാറ്റസ് വെക്കുകയാണ്. എന്താ വെക്കുന്നതെന്നറിയുമോ? പെണ്ണേ, നിനക്കൊരു കല്യാണം ശരിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി സുബ്ഹാനല്ലാഹ് ഉമ്മയും വല്യമ്മയും എത്രയാണ് ദുആ ചെയ്തത്, എത്രയാണ് സ്വലാത്തിൽ നേർച്ച നേർന്നത്. മോനെ, നിനക്കൊരു കല്യാണം ശരിപ്പെടുന്നതിന് വേണ്ടി എത്രയാണ് പള്ളിയിൽ ഉസ്താദും സ്വലാത്തിന്റെ മജ്ലിസിലും ഒക്കെ ദുആ നടന്നത്. നിനക്കൊരു കല്യാണം ശരിപ്പെട്ട് കിട്ടിയപ്പോ, നിക്കാഹ് കഴിഞ്ഞപ്പോ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന തെമ്മാടിത്തരം കാണുന്നില്ലേ? ആരോടാണ് സഹോദരങ്ങളെ ഈ സങ്കടം പറയുക? മുസ്ലിം ഉമ്മത്തല്ലേ ഈ ചെയ്തു കൂട്ടുന്നത്? നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. നിക്കാഹ് കഴിഞ്ഞു ഉസ്താദ് വേദിയിൽ നിന്നിറങ്ങിയാൽ പിന്നെ നടക്കുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ചെയ്ത നിഅമത്ത് മറന്നില്ലേ? ഏതോ കുടുംബത്തിൽ പിറന്ന പെണ്ണ് സവ്വജ്തുക വഅൻകഹതുക എന്നും പറഞ്ഞ് അവളുടെ ഉപ്പ നിനക്കങ്ങ് കല്യാണം ചെയ്തു തന്നപ്പോ നീ അവരെ സ്വീകരിച്ചു. ഖബിൽതു മിൻക നികാഹ, ഇതും പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചപ്പോഴേക്ക് നീ റബ്ബിനെ മറന്നുവല്ലേ പെണ്ണേ? അതേ പരസ്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നീ അതാ നിന്റെ ഭർത്താവിന് ചുംബനം കൊടുക്കുന്നത് സ്റ്റാറ്റസ് വെച്ചില്ലേ? എത്ര വലിയ അധികാരമാണ് പെണ്ണേ നീ ചെയ്തത്? മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷിതാക്കളെ, നമ്മുടെ മകൾക്ക് ഒരു കല്യാണം അല്ലാഹ് ശരിപ്പെടുത്തി തന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയോ? ആലോചിക്കുന്നുണ്ടോ ഉമ്മമാരെ? നമ്മളിത് ആരോടാണ് ഈ കളി? ഉസ്താദ് ഉണ്ടാകുമ്പോൾ ഒന്നുമില്ല, പള്ളിയിലുള്ള ഉസ്താദ് സുബ്ഹാനല്ലാഹ് നിക്കാഹും ചെയ്ത് കാതേരങ്ങിറങ്ങി. എന്നാ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? പിന്നെ കൂത്താട്ടമല്ലേ? അറിഞ്ഞോ, മനസ്സ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നീ നിന്റെ ഒരുപാട് ആശകളും അഭിലാഷങ്ങളുമായി കൊണ്ട് ആദ്യ രാത്രി പങ്കെടുക്കാൻ പോകുന്ന നിന്റെ ഭർത്താവില്ലേ, ആ ഭർത്താവിന്റെ മനസ്സിൽ അതേ ഒരു വെറുപ്പ് തരാൻ റബ്ബിനെ കൊണ്ട് കഴിയും കേട്ടോ. മര്യാദക്ക് വീട്ടിൽ ജീവിച്ചിരുന്ന പെണ്ണിനെ കൊണ്ടുവന്നുകൊണ്ട്, ഒരു ഹറാമിലേക്കും പോകാതെ ജീവിച്ച പെണ്ണിനെ കൊണ്ടുവന്നുകൊണ്ട്, അതേ നീ ഒരു പുരുഷനായിക്കൊണ്ട് പിറന്ന് നിന്റെ ഭാര്യയായിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോ പരസ്യമായി ജനങ്ങളെ മുന്നിലേക്ക് അവളെ ഇറക്കിയിട്ട് നീ അവളെ കൈകറക്കം നടത്തുന്നുവല്ലേ? നീ ലഡു എടുത്തു കൊടുക്കുന്നതും ചുംബനം കൊടുക്കുന്നതും ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുന്നുവല്ലേ? ഇതറിയാത്തതിന്റെ പേരിലാണോ ഉമ്മമാരെ? പച്ച ഹറാമല്ലേ ഈ ചെയ്യുന്നത്? ആരോടാണ് ഈ തെറ്റ്? സ്വന്തം ചെയ്ത് അതങ്ങ് പോയാൽ അവനും അവന്റെ റബ്ബുമായി കൊള്ളും. പക്ഷേ എനിക്ക് ദീന് പുല്ലാണ്, എനിക്ക് ദീനി വിഷയമല്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു രീതിയല്ലേ ഈ സ്റ്റാറ്റസിന്റെ സ്വഭാവം വന്നത്?